ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തൊടുപുഴയിലെ ഒരു ഓട്ടോ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുവെന്ന് പറഞ്ഞ ഒരു വ്ലോഗർ സാമൂഹ്യ മാധ്യമം വഴി പ്രചരണം നടത്തിയത്. ഇന്ന് ആ ഡ്രൈവറുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തനിക്കെതിരെ നടന്ന അപകീർത്തികരമായ പരാമർശത്തിനെതിരെ കാരിക്കുന്നം പ്ലാന്റേഷനിൽ താമസിക്കുന്ന രാജു പോലീസിൽ പരാതി നൽകി. ആരോപണം തെളിയിക്കുന്ന പക്ഷം 1 ലക്ഷം രൂപയോ തന്റെ ഓട്ടോറിക്ഷയോ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ വ്ലോഗർ ആരോപണം തെളിയിക്കാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. പത്രം ഞാൻ കണ്ടിരുന്നു. നിന്നെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിച്ചു. ഇന്നലെ നീ റോട്ടി കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നല്ലോ. ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഉണ്ട്. എന്ത് മാപ്പ്? വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറ്റിയ ഇയാൾ എന്ത് ചെയ്യും? ഞാനിത് വിശ്വസിക്കില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അല്ലോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഒരു വസ്ത്ര വിതരണ ശൃംഖലയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെ അറിയാത്തത് കൊണ്ട് മാത്രം സമൂഹത്തിന് മുന്നിൽ അപമാനിതനായ ഒരാളാണ് എന്റെ ഒപ്പമുള്ളത്. മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണം മൃഗമേ. ഓട്ടോ ഡ്രൈവറായ രാജു ചേട്ടൻ. ഞാൻ ട്രാൻസ്ഫർ ബസ് സ്റ്റാൻഡിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് ഇവര് കൈ നീട്ട് 2 പേരുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ കൈ നീട്ടിച്ച് വണ്ടിയെ കയറി. ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു. അവർ പറഞ്ഞ ഹോട്ടലിന്റെ പേര് എനിക്കറിയത്തില്ല. അപ്പൊ അത് കഴിഞ്ഞ് സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു. ഈ സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് ആ സ്റ്റുഡിയോ അറിയത്തില്ല. അവളെ കാലപാമ്പ് കൊത്തി വലിക്കും, അവിടെ തല പൊട്ടിത്തെറിക്കും. എന്നെ പത്മിനി, നീ ഇങ്ങനെ പ്രാഗല്ലേ? നാട്ടുകാർ കേട്ടാ എന്ത് വിചാരിക്കും? ഓ, നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. കേൾക്കണവർ മൂക്കത്ത് വിരൽ വെക്കുക. പുറത്തിറങ്ങി എല്ലാരും ചോദിക്കണ ഈ കാര്യം. ആ എന്റെ ആങ്ങളില്ലാണ്ട് വേറെ ആരെയും കിട്ടിയില്ല. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോ സാധാരണ ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ നമ്മൾ കേട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഈ സ്റ്റുഡിയോ ഇപ്പൊ സ്ഥാപനങ്ങൾ എന്നാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ ഓടണല്ലേ വണ്ടി. കേട്ടിടത്തോളം അതൊരു ജെന്യുവൻ കംപ്ലൈന്റ് ആണെന്ന് തോന്നണം. ഇത് ഫേക്ക് ആണ് അല്ലയോ എന്ന് താനാണ് തീരുമാനിക്കുന്നത്. കാര്യങ്ങൾ നല്ലോണം ബോധ്യപ്പെട്ടിട്ട് ഞാൻ വിളിക്കണത്. നീ കൂടുതൽ വർത്താനം പറഞ്ഞാൽ കോടതി കയറേണ്ടി വരും.